സമൂഹത്തിൽ അനാഥരായിരുന്നവരും പാവപ്പെട്ടവരായിരുന്നവരും ഒക്കെ അവരെ സഹായിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താനൊക്കെ ആരും ഇല്ലാതിരുന്ന ഒരു സമയത്ത് മുന്നോട്ട് വന്നവരാണ് നമ്മുടെ സന്യസ്ത സമൂഹം. എന്നാൽ പിന്നീട് ഈ ഒരു സന്യസ്ത സമൂഹത്തിനെതിരെയും ഈ ഒരു സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് ഉന്നയിക്കാനോ അവിടുത്തെ ഒരു സത്യത്തെ ചൂണ്ടിക്കാണിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ സത്യത്തെ മറച്ചു വെക്കാനുള്ളതല്ല, തുറന്നു കാട്ടാനുള്ളതാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെയാണ് വോയിസ് ഓഫ് നൺസ് എന്ന ഈ ഒരു സന്യസ്ത കൂട്ടായ്മ മുന്നോട്ട് വന്നത്. വിവിധ കോൺഗ്രിഗേഷനുകളിൽ നിന്നുള്ള 120ഓളം സിസ്റ്റേഴ്സ് ആണ് വോയിസ് ഓഫ് നൺസ് എന്ന ഒരു കൂട്ടായ്മയുടെ മീറ്റിംഗിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വോയിസ് ഓഫ് നൺസ് വാർഷിക സമ്മേളനം കൊയിനോണിയ 2026 വിജയകരമായി സമാപിച്ചു. എറണാകുളം പാലാരിവട്ടത്തുള്ള പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ആധുനിക കാലഘട്ടത്തിൽ സന്യാസ ജീവിതം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നിയമപരമായ ചട്ടക്കൂടുകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി സന്യാസിനികളും സഭാ നേതാക്കളും വിവിധ മേഖലകളിലെ വിദഗ്ധരും ഒത്തുചേർന്നു. വോയിസ് ഓഫ് നൺസ് കോർഡിനേറ്റർ സിസ്റ്റർ സോണിയ തെരേസ് DSJ സ്വാഗതം ആശംസിച്ചു. KCBC ജാഗ്രത കമ്മീഷൻ സെക്രട്ടറി പ്രയർ ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMI സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള പഠന ക്ലാസുകൾക്ക് എലോയിറ്റ് ഇന്നൊവേഷൻ CEO ശ്രീ തോംസൺ ഫിലിപ്പ് നേതൃത്വം നൽകി. ജാഗ്രത കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യൂഹന്നോൻ മാർ തിയഡോഷ്യസ് സന്ദേശം നൽകി. KCMS പ്രസിഡന്റ് സിസ്റ്റർ ഡോക്ടർ ആദ്ര SIC സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. സിസ്റ്റർ അഡ്വക്കേറ്റ് ഹെലൻ CHF വോയിസ് ഓഫ് നൺസ് ബൈലോ അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു വോയിസ് ഓഫ് നൺസ് വന്നതിന് ശേഷമാണ് ഞങ്ങളും ഇവിടെ ഉണ്ട് എന്ന് ലോകം അറിയുന്നത്. ഞങ്ങളും ഈ രാഷ്ട്രത്തിന്റെ മക്കളാണ്, ഞങ്ങളും ഈ പൊതുസമൂഹത്തിന്റെ സമ്പത്താണെന്ന് ഉള്ള ഒരു വലിയ ധ്വനി, വലിയൊരു കാഴ്ച, വലിയൊരു സന്ദേശം ലോകത്തിന് കൊടുക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ സഭയുടെ സാക്ഷ്യം, സന്യാസത്തിന്റെ സാക്ഷ്യം, അതുവഴി യേശുക്രിസ്തു ഉയർത്തപ്പെടണം, മഹത്വപ്പെടണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 6 വർഷങ്ങളിലായി സുവിശേഷ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി യഥാസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, മറ്റ് സെമിനാറുകളിലൂടെ ഒക്കെ വോയിസ് ഓഫ് നൺസ് തങ്ങളുടെ ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ്. To empower women religious, especially religious from Kerala, by promoting their rights, dignity, welfare within the framework of Catholic teaching. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് CMC കോൺഗ്രിഗേഷന്റെ ജനറൽ കൗൺസിലർ ആയിട്ടുള്ള സിസ്റ്റർ നവ്യ മരിയ. ഹായ് സിസ്റ്റർ. സിസ്റ്റർ, എന്താണ് ഈ ഒരു വോയിസ് ഓഫ് നൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ? ഈ ഒരു കാലഘട്ടത്തിൽ സമർപ്പിതരുടെ ഒരു ശബ്ദമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഘടന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാലഘട്ടത്തോട് പ്രതികരിക്കാൻ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അറ്റാക്കാണ് ഇപ്പോൾ മെയിനായിട്ട് സമർപ്പിതരുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റീന ഈ നാളുകളിലൊക്കെ പരിചയപ്പെടുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സമർപ്പിതർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ പല ഡിവിഷനുകളല്ല, പല കോൺഗ്രിഗേഷനുകളല്ല, ഞങ്ങളൊരു സമൂഹമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സമൂഹത്തോട് പ്രതികരിക്കാനുള്ള ഒരു ഗ്രൂപ്പാണ്. അതൊരു സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. KCMSൻ്റെയും ജാഗ്രത കമ്മീഷൻ്റെയും സപ്പോർട്ടോടു കൂടിയാണ് വോയിസ് ഓഫ് നൺസ് പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും ഈ ഒരു കൂട്ടായ്മ ഒരു സന്യസ്ത സമൂഹത്തെ ഹെൽപ്പ് ചെയ്യുന്നത്? വളരെയേറെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരു പ്രോബ്ലം ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സമയത്ത് പ്രതികരിക്കേണ്ടത് എന്ന് പണ്ടൊക്കെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. അപ്പോൾ ഒരു ഉത്തരം തരാനായിട്ട് ഞങ്ങൾക്കും പലപ്പോഴും സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാനായിട്ട് സമയമെടുത്തിരുന്നു. പക്ഷേ ഇന്ന് ഒരു പ്രശ്നം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഇടയിലോ, സ്ഥാപനങ്ങൾക്ക് നേരെയോ, അതല്ലെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻസ് നേരെയോ, സിസ്റ്റേഴ്സിന് നേരെയോ ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് ഇത് ജാഗ്രത കമ്മീഷനെ അറിയിക്കുന്നു, വോയിസ് ഓഫ് നൺസിനെ അറിയിക്കുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ നിയമവശങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ പത്രസമ്മേളനം വിളിക്കേണ്ട കാര്യമാണെങ്കിൽ പത്രസമ്മേളനം വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കാം. അതല്ലെങ്കിൽ പത്രക്കുറിപ്പ് ഇറക്കി തന്നെ നമ്മൾ ഇതിനോട് പോസിറ്റീവായിട്ട് സഹകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും തന്നെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു സെല്ലാണെന്ന് തന്നെ പറയാം.
ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സിസ്റ്റർ സിൽവി. സിസ്റ്റർ SH കോൺഗ്രിഗേഷനാണ്, കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്. അപ്പം സിസ്റ്റർ ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്യാതറിങ് ഇവിടെ നടക്കുകയാണ്. അപ്പം സിസ്റ്റർ ഈ ഒരു നമ്മുടെ ഈ ഒരു വോയിസ് ഓഫ് നൺസ് കൂട്ടായ്മയിൽ ആദ്യം മുതലേ ഒരു അംഗമായിരുന്നോ, അതോ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണോ? എങ്ങനെയാണ് ഈ ഒരു കടന്നുവരവ് എന്നുള്ളതൊന്ന് പറയാമോ? ഞാൻ ഈ വോയിസ് ഓഫ് നൺസ് ആദ്യം മുതലേ കേട്ടിട്ടുണ്ട്, പത്രത്താളുകളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തനം എന്നൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇതിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമർപ്പിതയാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് തന്നെ ഇതെന്തേ നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലാത്തത്, സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പം കുറച്ച് വളരെ ഭക്തി മാർഗത്തിലും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം 100% ചെയ്യുന്നതിൽ വ്യാപൃതരായിട്ട് നടക്കുമ്പോഴും പലപ്പോഴും തെറ്റായ വാർത്തകൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്ക് അറിയത്തില്ലെങ്കിലും നമുക്ക് എത്ര പേരോട് പറയാൻ പറ്റും ഞാൻ സത്യസന്ധയാണ്, ഇതൊന്നും ശരിയല്ല എന്ന്. അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സജീവമായപ്പോൾ നമ്മുടെ വിളി ജീവിതവും സമർപ്പിതരുടെ ജീവിതവും ഒക്കെ മറ്റ് പലതരത്തിൽ പല ഡയമെൻഷനിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ലിറ്ററേച്ചറുകളിലൂടെ തെറ്റായ അറിവുകൾ നമ്മളെപ്പറ്റി പടരുമ്പോൾ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പോലും സംശയത്തോടെ, അല്ലെങ്കിൽ നമ്മളെ അധികം അറിയത്തില്ലാത്ത മാതാപിതാക്കൾ ഇത് ശരിയാണോ, അങ്ങനെയൊക്കെ ഉണ്ടോ സിസ്റ്റർ എന്നൊക്കെ ചോദിക്കുമ്പം ഇതിന് ഒരു നല്ലതായി മറുപടി കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം എന്ന് കണ്ടു. പിന്നീട് ഞങ്ങളുടെ ചെറിയ ഇടങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പഠിക്കുകയും അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ ചെറിയ ടോക്കുകളൊക്കെ കേട്ട് ഇവിടുത്തെ സോണിയ സിസ്റ്റർ ഫോണിൽ ബന്ധപ്പെടുമായിരുന്നു. ഇങ്ങനെ വിളിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ ഒരു സജീവ ഭാഗമാകാനായിട്ട് ഞാൻ അങ്ങ് തയ്യാറായില്ല എന്ന് പറഞ്ഞാലും അവസരം കിട്ടിയില്ല. പിന്നെ കൂടുതലും സജീവമാകേണ്ടത് നിയമപരമായ വശങ്ങളെപ്പറ്റി ഞങ്ങൾ കുറേ അജ്ഞരാണ്. ഒരു കാര്യം പറഞ്ഞാൽ മുഴുവനുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കാറില്ല. കുറച്ചുകൂടി ജാഗ്രതയോടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം ഇവരുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായി. ഇപ്പം തെറ്റ് കണ്ടാൽ തെറ്റാണ്, അത് മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ക്രിയാത്മകമായ പ്രതികരണം കൊടുത്തുകൊണ്ട് ഈ സമർപ്പിതരെന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് ഈ ലോകത്തെ രക്ഷിക്കുക മാത്രമല്ല, ത്യാഗം കൊണ്ട് സഭയെ പടുത്തുയർത്തുക മാത്രമല്ല, മറിച്ച് അസത്യത്തിനെതിരെ പോരാടിക്കൊണ്ട് നന്മ വളരാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കാനായിട്ട് പറ്റുമല്ലോ. ഞങ്ങൾ കൊണ്ട് ഈ ഒരു സമൂഹം അല്ലെങ്കിൽ സന്യാസം തീർന്നു പോകാതെ, ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേനും ഞങ്ങളെ പ്രചോദിപ്പിച്ച കുറേ സിസ്റ്റർമാരുണ്ട്. ഇവരുടെ ചിന്തകൾ, ഇവരുടെ വാക്കുകൾ, ഇവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അന്ന് പൊതുസമൂഹം വളരെ ആദരവോടുകൂടി കണ്ടിരുന്നു. എന്നാൽ ഇന്ന് വന്നു കഴിയുമ്പം നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, പുതുതലമുറയെ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട നന്മ ചെയ്യണം, ദാരിദ്ര്യത്തിലും അനുസരണത്തിലും ബ്രഹ്മചര്യത്തിലും ഒക്കെ ഊന്നി സഭയുടെ ഒരു ജീവിതം നയിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ഒത്തിരി കല്ലേറ് വരുന്നിടത്തോട്ട് മക്കളെ വിടാൻ മാതാപിതാക്കൾ ഒത്തിരി വിഷമിക്കും. നമ്മളെപ്പറ്റി ആരെപ്പറ്റി എന്ത് കേട്ടാലും ഏറ്റവും അധികം വേദനിക്കുന്നത് നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കുമാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു സഹനത്തിൻ്റെ വഴിയാണ്. ഈ സഹിക്കുന്നതോടൊപ്പം സത്യം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നല്ലൊരു മാർഗമെന്ന് കണ്ടപ്പോൾ വോയിസ് ഓഫ് നൺസിലേക്ക് വരാൻ തോന്നി. മറിച്ച് ഇവിടെ കണ്ടത് CMC എന്നോ SH എന്നോ FCC എന്നോ SABS എന്നോ ചാരിറ്റി എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഞങ്ങളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു വലിയ ഫീലിംഗ് ഇത് തരുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് വ്യത്യസ്ത ഉടുപ്പിട്ട് വ്യത്യസ്ത സ്ഥലത്ത് വ്യത്യസ്ത രൂപതയിൽ വ്യത്യസ്ത ആരാധനാക്രമത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതാണെങ്കിലും സമർപ്പണം, സന്യാസിനി എന്ന വാക്ക്, നൺ എന്ന വാക്ക് ഞങ്ങളെ ഒന്നിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും നൊന്താലും ഞങ്ങൾക്കും നൊന്തും, ആർക്ക് സന്തോഷം ഉണ്ടായാലും ഞങ്ങൾക്കുണ്ടാകും. ഈ ഒരു ബലം അനുഭവിക്കാനും അതിലൂടെ ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം, സഭയ്ക്കൊരു മുതൽക്കൂട്ട്, പൊതുസമൂഹത്തിന് കുറച്ച് നന്മ, ഇതൊക്കെ കണ്ടപ്പോൾ വരാൻ തോന്നി. ഇനി ഇതിലങ്ങോട്ട് ആയിരിക്കുന്നതിലും വളരെ സന്തോഷം. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ സന്യസ്തരാണ് ഇന്ന് ഈ ഒരു കൂട്ടായ്മയിലുള്ളത്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ഒരു സന്യസ്ത സമൂഹം ഇന്ന് സന്യസ്തരുടെ വിവിധ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞു.